ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് 10% വരും നിലവിൽ ഇപ്പോഴത്തെ പോളിംഗ്. പലയിടങ്ങളിലുമുള്ള പോളിംഗ് പെർസെൻറ്റേജ് ഇതിൻ്റെ അപ്ഡേഷൻസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. കൊല്ലം ജില്ലയിൽ 7.49%, കോർപ്പറേഷൻ 5.92%. മൊത്തം ജില്ലയിൽ 7.49% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗോപാൽ ഷീലാസനിലുണ്ട്, ഗോപാൽ കൊട്ടാരക്കരയുണ്ട്. ഗോപാൽ, എങ്ങനെയാണ് പോളിംഗ് പുരോഗമിക്കുന്നത്? പ്രായമേറിയ മനുഷ്യരൊക്കെ വോട്ട് ചെയ്യാനായിട്ട് രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. മികച്ച പോളിംഗ് ആണ് പലയിടങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. കൊല്ലത്തും അത്തരം ഒരു മികച്ച പോളിംഗിന്റെ ദൃശ്യങ്ങളല്ലേ നമ്മൾ കാണുന്നത്? ഡോക്ടർ അരുൺകുമാർ, കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം മൊത്തം ഏറ്റവും അവസാനം 9 മണിക്ക് വന്ന കണക്ക് പ്രകാരം 8.21 കൊല്ലം ജില്ലയിലെ പോളിംഗ് ശതമാനം ഏറ്റവും അവസാനമായി ലഭിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം കൊട്ടാരക്കര നഗരസഭയിലെ 4-5 പോളിംഗ് ബൂത്തുകളിലാണ്. അതായത് ചന്തമുക്ക്, അതിനോടൊപ്പം തന്നെ KSRTC ഡിവിഷൻ എന്നീ വാർഡുകളിലേക്ക് പോളിംഗ് നടക്കുന്ന 2 ബൂത്തുകളിലേക്കാണ്. ഈ ബൂത്തുകളിൽ കാര്യപ്പെട്ടൊരു തിരക്ക്, വോട്ട് ചെയ്യാൻ എത്തുന്നവരുടെ കാര്യപ്പെട്ടൊരു തിരക്കില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ കാണുന്ന ബൂത്ത് ഇപ്പോഴാണ് ഒരു ക്യൂ എന്ന തരത്തിലേക്ക്. ഇപ്പോൾ 2 പേരാണ് നിലവിൽ ഈ ബൂത്തിൽ. ഇത് KSRTC ഡിവിഷൻ, അതായത് മന്ത്രി KN ബാലഗോപാൽ വോട്ട് ചെയ്യാനെത്തുന്ന മാർത്തോമ ഗേൾസ് ഹൈസ്കൂളിലെ പോളിംഗ് ബൂത്താണിത്. തൊട്ടപ്പുറത്തുള്ള KSRTC ഡിവിഷൻ ബൂത്തിലാണ് ഇവർ വോട്ട് ചെയ്യാനെത്തുന്ന മന്ത്രി വോട്ട് ചെയ്യാനെത്തുന്ന. അദ്ദേഹം എത്തുന്നതിനോടനുബന്ധിച്ചുള്ള സുരക്ഷാ സംവിധാനവും അതിനോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയൊക്കെ തിരക്ക് നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. അപ്പോഴും വോട്ടർമാരുടെ എണ്ണത്തിൽ വോട്ട് ചെയ്യാനെത്തുന്ന വോട്ടർമാരുടെ എണ്ണത്തിൽ താരതമ്യേന ഒരു കുറവുണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഇവിടെ എത്തുന്നവരോട് സംസാരിക്കുമ്പോൾ, പോളിംഗ് ഏജന്റുമാരോടും സ്ഥാനാർത്ഥികളോടും ഒക്കെ സംസാരിക്കുമ്പോൾ ഇത് പൊതുവിൽ അങ്ങനെയാണ്. കാരണം ആദ്യത്തെ വോട്ടിംഗ് നടക്കുന്ന 7 മണി മുതൽ 8 മണി വരെയുള്ള ആദ്യ മണിക്കൂറിൽ ഒരു തിരക്കുണ്ടാകും. പിന്നീട് ഒരു ഉച്ചയ്ക്ക് ശേഷം ഒരു വലിയ തിരക്ക് എന്ന തരത്തിലേക്കൊക്കെയാണ് പോകുന്നത്. രാവിലെ തിരക്കാവുന്നതിനും വോട്ട് ചെയ്യാൻ വന്നതാണോ? അതെ അതെ, കാര്യപ്പെട്ട തിരക്കൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ എല്ലാ തെരഞ്ഞെടുപ്പിലും ഈ സമയം തന്നെ വന്ന് വോട്ട് ചെയ്ത്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ രാവിലെ ഈ തിരക്കെത്തുന്നതിന് മുൻപ് വന്ന് വോട്ട് ചെയ്യാൻ എത്തുന്ന കുറച്ച് പേരൊക്കെ ഉണ്ട്. ഈ സ്ഥാനാർത്ഥികളോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അവർ തികഞ്ഞ ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ് ഉള്ളത്. കാരണം എല്ലാവരെയും കൃത്യമായി തന്നെ എത്തിച്ച് വോട്ട് ചെയ്യാൻ സാധിക്കും. 3 മണിയോട് കൂടി ഒരു തിരക്കുണ്ടാകുമെന്നും അതിനുശേഷം കൃത്യമായി തന്നെ ആളെണ്ണി വോട്ട് ചെയ്യിപ്പിക്കാൻ സാധിക്കുമെന്നൊക്കെയാണ് ഇവർ ഇപ്പോൾ കണക്ക് കൂട്ടുന്നത്. ഇപ്പോൾ പോളിംഗ് നടക്കുന്ന ഈ ബൂത്തിലാണ്. ഇത് കൊട്ടാരക്കരയിലെ 5-ാം നമ്പർ KSRTC ഡിവിഷൻ ബൂത്ത് ആണ്. ഇവിടെയാണ് മന്ത്രി KN ബാലഗോപാലിന്റെ വോട്ടുള്ളത്. ആ KN ബാലഗോപാൽ അല്പസമയത്തിന് ഒരു 9:15 കൂടി മന്ത്രി KN ബാലഗോപാൽ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുമെന്നാണ് നമുക്ക് ഏറ്റവും അവസാനമായി ഔദ്യോഗികമായി അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും കൊട്ടാരക്കരയിലും കൊല്ലം ജില്ലയിലും കണക്കുകൾ പരിശോധിക്കുമ്പോൾ കാര്യപ്പെട്ട രീതിയിൽ തന്നെ പോളിംഗ് പുരോഗമിക്കുന്നുണ്ട്. ഡോക്ടർ